VS അനുസ്മരണം ഒഴിവാക്കിക്കൊണ്ട് ദേശാഭിമാനി. ഓർമ്മക്കുറിപ്പടങ്ങിയ വാരാന്തപ്പതിപ്പ് വേണ്ടെന്ന് വെച്ചു. VSന് മുൻ പ്രസ് സെക്രട്ടറി KV സുധാകരൻ എഴുതിയ അനുസ്മരണ ലേഖനമാണ് ഒഴിവാക്കിയത്. സാങ്കേതിക കാരണങ്ങളാൽ വാരാന്തപ്പതിപ്പ് പ്രസിദ്ധീകരിക്കാൻ കഴിഞ്ഞില്ലെന്നാണ് വിശദീകരണം. വീണ്ടും മുഴങ്ങുന്നു ആ കടലിരമ്പം എന്ന തലക്കെട്ടിലായിരുന്നു ലേഖനം തയ്യാറാക്കിയത്. റഹീസ് റഷീദ് വിവരങ്ങളുമായി. റഹീസ്, അത്ഭുതകരമാണ്. VSന്റെ അനുസ്മരണം ഒഴിവാക്കിക്കൊണ്ട് ഈ അനുസ്മരണ പതിപ്പ് തന്നെ ഒഴിവാക്കിയിരിക്കുന്നു ദേശാഭിമാനി. എന്ത് വിശദീകരണമാണ് ഇക്കാര്യത്തിൽ നൽകുന്നത്? സാങ്കേതിക കാരണം എന്ന് പറയുമ്പോൾ എന്ത് സാങ്കേതിക പ്രശ്നമെന്ന് വിശദീകരിക്കുന്നുണ്ടോ? സ്മൃതി, VS അച്യുതാനന്ദൻ മരിച്ചിട്ട് നാളെ 1 വർഷം തികയുകയാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു വാരാന്ത്യ പതിപ്പ് ഇറങ്ങുമ്പോൾ VS അനുസ്മരണമാണ് അതിനകത്ത് പ്രധാനമായും വേണ്ടത് എന്ന തീരുമാനം ദേശാഭിമാനി എടുക്കുകയും VSന്റെ പ്രസ് സെക്രട്ടറി ആയിരുന്ന KV സുധാകരനെ കൊണ്ട് ഒരു ലേഖനം എഴുതിപ്പിക്കുകയുമായിരുന്നു ചെയ്തിരുന്നത്. ആ ലേഖനം അച്ചടിക്കുകയും ചെയ്തു. വീണ്ടും മുഴങ്ങുന്നു ആ കടലിരമ്പം എന്ന പേരിലായിരുന്നു ആ ലേഖനം ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് ആ ലേഖനം പത്രത്തിനൊപ്പം വിതരണം ചെയ്യേണ്ടതില്ല എന്ന തീരുമാനം പാർട്ടി എടുക്കുന്നത്. ലേഖനത്തിലെ ഉള്ളടക്കമാണോ അതിലെ പ്രശ്നമായിട്ടുണ്ടാവുക? വീണ്ടും മുഴങ്ങുന്നു കടലിരമ്പം എന്ന് പറയുമ്പോൾ പാർട്ടിക്കകത്തൊരു കടലിരമ്പമുണ്ട്. ആ കടലിരമ്പം നിലവിലെ നേതൃത്വത്തിനെതിരെയാണ്. ഒരുപക്ഷെ അതിന്റെ സൂചനകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ലേഖനമായിട്ട് തോന്നിയത് കൊണ്ടായിരിക്കുമോ ഒരുപക്ഷെ അത് വേണ്ടെന്ന് വെച്ചത്? നമ്മൾ അന്വേഷിച്ചപ്പോൾ സ്മൃതി 2 കാര്യങ്ങളാണ് മനസ്സിലായത്. ഒന്ന്, ഈ സ്മൃതി പറഞ്ഞ ആ ലേഖനത്തിന്റെ തലക്കെട്ടും അതിൻ്റെ ഉള്ളിലുള്ള ചില വ്യാഖ്യാനങ്ങൾക്കിടവരുത്തുന്ന തരത്തിലുള്ള വരികളും പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കുന്നു. ഒപ്പം മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതിനകത്ത് മറ്റൊരു ലേഖനം കൂടി ഉണ്ടായിരുന്നു. അതൊരു ലേഖനമാണോ ഒരു കഥയോ കവിതയോ അങ്ങനെ എന്തോ ഒരു കാര്യമുണ്ടായിരുന്നു. അതിൻ്റെ തലക്കെട്ട് കള്ളൻ വിജയൻ എന്നതായിരുന്നു. ഈ 2 കാര്യം കൂടി, കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ ഒരു കാര്യം, അത് ഒരു കണ്ടന്റ് അതിനകത്ത് വരിക, ഒപ്പം വീണ്ടും മുഴങ്ങുന്നു ആ കടലിരമ്പം എന്ന പേരിൽ ഒരു VSനെ കുറിച്ചുള്ള വീണ്ടും ഒരു ലേഖനം. ആ ലേഖനം എന്ന് പറയുമ്പോൾ ആ തലക്കെട്ടിനകത്ത് ഇപ്പോഴത്തെ CPIMനകത്തെ ആനുകാലിക രാഷ്ട്രീയ സംഭവവികാസങ്ങളുമായി കണക്ട് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൂടി കണക്കിലെടുത്ത് അത് വിതരണം ചെയ്യേണ്ടതില്ല എന്ന തീരുമാനമെടുക്കുകയായിരുന്നു. പക്ഷേ സാങ്കേതിക പ്രശ്നം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും VS പറഞ്ഞ വാക്കെടുത്താൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും അത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വിശദീകരണമല്ല ദേശാഭിമാനിയുടെ ഭാഗത്തു നിന്ന് അനൗദ്യോഗികമായി നമുക്ക് കിട്ടുന്നത്. ഔദ്യോഗികമായ ഒരു വിശദീകരണം അവർ നൽകിയിട്ടുമില്ല. എന്തായാലും അത് പ്രസിദ്ധീകരിച്ചില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അച്ചടിച്ചു എന്നതും യാഥാർത്ഥ്യമാണ്. ഇതിൽ പ്രതികരണങ്ങൾ നമുക്ക് ലഭ്യമാകുന്നുണ്ടോ? ഇപ്പോൾ റഹീസ്, ഇപ്പോൾ നാളേക്ക് 1 വർഷമാകുന്നു എന്ന് പറയുമ്പോൾ അതിന്മേൽ നേതാക്കളൊക്കെ പ്രതികരിക്കേണ്ടതാണ്. കേരളം കണ്ട ഏറ്റവും വലിയ യാത്രയപ്പാണ് VSന് ലഭിച്ചത്. ആ നിലയ്ക്ക് കേരളം ഓർക്കുന്ന ഒരു നേതാവ് എന്നുള്ളതാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും CPIMന്റെ മാത്രം നേതാവല്ല VS എന്നുള്ളതാണ്. അപ്പോൾ പാർട്ടിയിൽ മുൻപുണ്ടായിരുന്ന വിഭാഗീയത അതൊക്കെ ഒരു ഘട്ടമായപ്പോഴേക്കും അത് നേരത്തെ ഇല്ലാതാവുകയും അല്ലെങ്കിൽ പ്രതികരിക്കാൻ VSന് ആ രൂപത്തിലേക്ക് കഴിയാതെ വരുന്ന ഒരു ഘട്ടമാവുകയും ഒക്കെ ചെയ്തതാണ്. ഇപ്പോൾ വിമർശിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് പാർട്ടി എതിരിക്കുന്നു. നേതൃത്വം മാറണമെന്നുള്ള കലഹം പാർട്ടിക്കകത്തുനിന്നും ഉയർന്ന ഒരു പ്രത്യേക പശ്ചാത്തലം കൂടിയുണ്ട്. ഇതൊക്കെ ചേർത്ത് വായിക്കേണ്ടി വരില്ലേ ഇപ്പോൾ ആ ലേഖനം ഒഴിവാക്കിയതിൽ? VSന്റെ കുടുംബം അതിനെങ്ങനെ കാണുന്നു എന്നൊരു വിഷയമുണ്ട്. അപ്പുറത്ത് VSന്റെ സ്മാരകം പണിയുന്നതുമായി ബന്ധപ്പെട്ട് CPI ഉണ്ടാക്കിയ ഒരു എതിർപ്പ്, അതും ആ കുടുംബത്തിന് വേദനിപ്പിക്കുന്നതാണ്. സ്മൃതി, അതാണ് VS അന്തരിച്ച് 1 വർഷം തികയുന്ന ദിവസത്തിന് തൊട്ട് മുമ്പ് VS ജീവിതകാലം മുഴുവൻ പ്രവർത്തിച്ച ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് കിട്ടുന്നതൊക്കെ, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് കിട്ടുന്നതൊക്കെ ദുരനുഭവങ്ങളാണ്. വലിയ ചുടുകാട്ടിൽ സ്മാരകം ഉയരുന്നതുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ CPIയുമായി ഉയരുന്നു. അതിനിടയിൽ പലതരത്തിൽ VSന്റെ മകൻ കഴിഞ്ഞ സർക്കാരിനെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുകൾ മറ്റും ഇട്ടത് നമ്മൾ കണ്ടു.